ലിജോ റോളൻസ് കൂടെ ചേരുന്നുണ്ട്. ലിജോ, ഇന്നിപ്പോൾ KSEBിയുടെ പരിശോധന അടക്കം നടക്കുന്നുണ്ട്. ഇന്നലെ വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ ഒരു വീഴ്ച KSEBിക്ക് ഉണ്ടായി എന്ന് സമ്മതിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം പരിശോധനകൾ നടക്കുന്നത്. വീഴ്ച KSEBിക്ക് മാത്രമല്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നു ലിജോ? ജിൽസി, നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ശാസ്താംകോട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിക്കുന്നു. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുകയും അവർ ഇന്ന് അത് സംബന്ധിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യും. രണ്ടാമത്തെ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണമാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ DEO ഉൾപ്പെടെയുള്ളവർ, DD ഉൾപ്പെടെയുള്ളവർ സ്കൂളിലെത്തി അതിൻ്റേതായിട്ടുള്ള അവരുടെ പ്രാഥമിക റിപ്പോർട്ട് ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് DPI ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്കൂളിലെത്തി നേരിട്ട് തന്നെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് നൽകുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രാഥമികമായി വീഴ്ച എല്ലാവരും സമ്മതിക്കുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു അന്വേഷണം എന്ന് പറയുന്നത് KSEBിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. KSEB കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായി ഒരു അന്വേഷണം ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ കണ്ടതിൻ്റെ ഒരു നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, KSEBയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നൽകും. കാര്യം KSEBിയുടെ ഒരു വൈദ്യുതി ലൈനായിരുന്നു ഈ നേരത്തെ തന്നെ മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് മാറ്റാതെ അത് ഇവിടെ കിടന്നിരുന്നത്. അതിൽ തട്ടി ഷോക്ക് ഏൽക്കുമ്പോൾ കൃത്യമായും അവരുടെ ഭാഗത്ത്, അതായത് വീഴ്ച എവിടെ എന്നുള്ളത് കണ്ടെത്തി ഒരു അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം സ്കൂൾ മാനേജ്മെൻറ്റും സ്ഥലം MLAയും ഒക്കെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു കൂടുതലും പറഞ്ഞു പോയിരുന്നത്. സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായില്ല എന്നുള്ളൊരു ഭാഗമായിരുന്നു അവരെല്ലാം പറഞ്ഞത്. അതാണ് വലിയ എതിർപ്പിന് കാരണമായത്. മാനേജ്മെൻറ്റ് ഇപ്പോഴും പറയുന്നത് അക്കാര്യം തന്നെയാണ്. സുരക്ഷാ യോഗം ചേരുന്ന സമയത്തെല്ലാം തന്നെ KSEBയോട് ഇക്കാര്യം പറഞ്ഞിരുന്നു, അവർ അത് മാറ്റാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ KSEB അതിന് തിരിച്ചു പറയുന്നൊരു ഇതെന്ന് പറയുന്നത് അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ഒരു സാവകാശം സ്കൂൾ അധികൃതർ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഴ്ചകൾ പലതരത്തിൽ വന്നിട്ടുണ്ട്. ഒരു 9:15 ആകുന്ന ഒരു സമയം ഒരു വിദ്യാർത്ഥി ഇവിടേക്ക് വരികയും ഇത്തരത്തിൽ ക്ലാസ്സിനുള്ളിലൂടെ മുകളിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോഴൊക്കെ അതിൽ എന്താണ് പിന്നെ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത്? സാധാരണയായി അധ്യാപകർക്കൊക്കെ രാവിലെ ഡ്യൂട്ടി ഇടാറുള്ളതാണ്. അപ്പോൾ ഉണ്ടായിരുന്ന അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നില്ല. അക്കാര്യങ്ങളെല്ലാം ഇനി വിശദമായി പരിശോധിച്ചാൽ മാത്രമേ വീഴ്ചയുടെ ഒരു കാരണം കണ്ടെത്താൻ കഴിയും. ആർക്കാണ് വീഴ്ച പറ്റിയതെന്നുള്ളൊരു കൃത്യമായി, അതായത് സുരക്ഷാ വീഴ്ച എന്തായാലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇതെല്ലാം തന്നെ ഈ വിശദമായ റിപ്പോർട്ടുകൾ, അതായത് പ്രാഥമികമായിട്ട് മന്ത്രിമാർക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് ലഭിക്കുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിൽസി.